തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ദ്രാവിഡ രാഷ്ട്രീയ ഭൂമിയിൽ അപ്രതീക്ഷിതവും നാടകീയവുമായ നീക്കങ്ങളാണ് നടക്കുന്നത്. ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം ഭരണകക്ഷിയായ DMK നയിക്കുന്ന സെക്യുലർ പ്രോഗ്രസീവ് അലയൻസിൽ ഔദ്യോഗികമായി ചേർന്നു. ഫെബ്രുവരി 19-ന് ചെന്നൈയിലെ DMK ആസ്ഥാനമായ അണ്ണാ അറിവാലയത്തിൽ വെച്ച് DMDK ജനറൽ സെക്രട്ടറി പ്രേമലത വിജയകാന്തും മുഖ്യമന്ത്രി MK സ്റ്റാലിനും കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് ഈ പുതിയ രാഷ്ട്രീയ സഖ്യം യാഥാർത്ഥ്യമായത്. 2005-ൽ ക്യാപ്റ്റൻ വിജയകാന്ത് പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ആദ്യമായാണ് DMDK DMKയുമായി കൈകോർക്കുന്നത്. രാഷ്ട്രീയ ജീവിതത്തിലുടനീളം കരുണാനിധിയോടും MK സ്റ്റാലിനോടും പോരാടിയിരുന്ന വിജയകാന്തിന്റെ പാർട്ടി അണ്ണാ DMKയുമായും BJPയുമായാണ് ഇത്രയും കാലം അധികവും സഹകരിച്ചിരുന്നത്. ഈ ചരിത്രപരമായ ചുവടുമാറ്റം തമിഴ് രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങളെ പാടെ മാറ്റി എഴുതുന്നതാണ്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട പ്രേമലത വിജയകാന്ത് തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. DMKയുമായി സഖ്യമുണ്ടാക്കുക എന്നത് പാർട്ടിയിലെ ഭൂരിഭാഗം ജില്ലാ സെക്രട്ടറിമാരുടെയും പ്രവർത്തകരുടെയും വലിയ ആഗ്രഹമായിരുന്നുവെന്ന് അവർ പറഞ്ഞു. 2016-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വിജയകാന്ത് ഈ സഖ്യത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നതായും എന്നാൽ ചില സാഹചര്യങ്ങളാൽ അത് നീണ്ടുപോയതാണെന്നും അവർ വെളിപ്പെടുത്തി. 10 വർഷം വൈകിയാണ് ഈ സഖ്യം സംഭവിക്കുന്നത്. ക്യാപ്റ്റൻ ഉണ്ടായിരുന്നപ്പോൾ തന്നെ നടക്കേണ്ടതായിരുന്നു ഇത്. ഇതിന് രാഷ്ട്രീയമായി മാത്രമല്ല വൈകാരികമായും ഞങ്ങൾ കാണുന്നു. ക്യാപ്റ്റന്റെയും കലൈഞ്ചറുടെയും അനുഗ്രഹത്തോടെയാണ് ഈ പുതിയ യാത്ര എന്ന് പ്രേമലത കൂട്ടിച്ചേർത്തു. സഖ്യം പ്രഖ്യാപിച്ചുവെങ്കിലും സീറ്റുകളുടെ എണ്ണം സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇരു പാർട്ടികളും പ്രത്യേക തിരഞ്ഞെടുപ്പ് സമിതികൾ രൂപീകരിച്ച ശേഷം ബാക്കി ചർച്ചകൾ നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും DMDKയ്ക്ക് ഒരു രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതായി സൂചനകളുണ്ട്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി സ്റ്റാലിൻ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്ന് പ്രേമലത സൂചന നൽകി. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുമെന്നും അവർ ഉറപ്പിച്ചു പറഞ്ഞു. DMDKയെ തങ്ങളുടെ പാളയത്തിലേക്ക് തിരികെ എത്തിക്കാൻ BJP നേതൃത്വത്തിലുള്ള NDA കടുത്ത പരിശ്രമം നടത്തിയിരുന്നു. DMKയുമായി ഉടക്കി നിൽക്കുകയാണെന്ന വാർത്തകൾക്കിടെ കേന്ദ്രമന്ത്രിമാരും BJP സംസ്ഥാന നേതാക്കളും പ്രേമലതയുമായി ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ മിന്നൽ നീക്കത്തിലൂടെ DMK ഇവരെ തങ്ങൾക്കൊപ്പം നിർത്തിയത് NDAയ്ക്ക് അണ്ണാ DMKയ്ക്കും വലിയ തിരിച്ചടിയായി. DMKയുടെ ഈ നീക്കം രാഷ്ട്രീയ വഞ്ചനയാണെന്നാണ് BJP തമിഴ്നാട് ഘടകം വിമർശിച്ചത്. സിനിമാ താരം വിജയ് തന്റെ പുതിയ പാർട്ടിയായ തമിഴക വെട്രി കഴകം വഴി DMKയെ നേരിട്ടുള്ള പോരാട്ടത്തിന് വെല്ലുവിളിച്ചിരുന്ന പശ്ചാത്തലത്തിലാണ് ഈ സഖ്യം ശ്രദ്ധേയമാകുന്നത്. യുവാക്കൾക്കിടയിൽ വിജയ്ക്കുള്ള സ്വാധീനം വോട്ടായി മാറുമോ എന്ന ആശങ്ക DMK ക്യാമ്പിനുണ്ട്. വിജയകാന്ത് അന്തരിച്ചെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോഴും സംസ്ഥാനത്ത് വലിയൊരു ആരാധക വൃന്ദമുണ്ട്. ഈ ക്യാപ്റ്റൻ ഫാൻസിനെ തങ്ങൾക്കൊപ്പം നിർത്താൻ DMDKയുടെ വരവ് സഹായിക്കുമെന്ന് സ്റ്റാലിൻ കണക്കുകൂട്ടുന്നു. പുതിയ സഖ്യം തമിഴ്നാട്ടിൽ വൻ വിജയം നേടുമെന്ന് പ്രേമലത വിജയകാന്ത് അവകാശപ്പെടുന്നു. ഞങ്ങൾ 200-ലധികം സീറ്റുകൾ നേടി ഭരണം തുടരുമെന്നതായിരുന്നു അവരുടെ പ്രഖ്യാപനം. 2021-ലെ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട DMDKയ്ക്ക് DMKയുടെ സംഘടനാ കരുത്തും സ്റ്റാലിന്റെ പ്രതിച്ഛായയും ഗുണകരമാകുമെന്നതാണ് പാർട്ടി കരുതുന്നത്. തമിഴ്നാടിന്റെ വികസനത്തിനും ദ്രാവിഡ മോഡൽ ഭരണത്തിന്റെ തുടർച്ചയ്ക്കുമായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് മുഖ്യമന്ത്രി സ്റ്റാലിനും വ്യക്തമാക്കി. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഈ നാടകീയ മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വാശിയേറിയ പോരാട്ടങ്ങൾക്ക് വഴിയൊരുക്കും. BJP അണ്ണാ DMK സഖ്യം എങ്ങനെ പ്രതിരോധിക്കുമെന്നും വിജയ് തന്റെ കന്യ തിരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ കരുത്ത് തെളിയിക്കുമെന്നും കണ്ടറിയണം.